പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, CPM-ന്റെ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരിൽ ഒരാളാണ് ശ്രീമാൻ ജി സുധാകരൻ. അദ്ദേഹത്തിൻ്റെ സ്വസഹോദരൻ ഒരു രക്തസാക്ഷി കൂടിയാണ്, ഭുവനേന്ദ്രൻ രക്തസാക്ഷി കൂടി. അദ്ദേഹം 3-4 തവണ അമ്പലപ്പുഴയിൽ നിന്ന് MLA ആയിരുന്നു. 2 തവണ അദ്ദേഹം മന്ത്രിയുമായിരുന്നു, PS മന്ത്രിസഭയിലും 1-ാം പിണറായി സർക്കാരിൻ്റെ സമയത്തും. ഇന്ന് അദ്ദേഹം CPM-ൽ നിന്ന് നടപടി നേരിട്ട് ഏതോ ബ്രാഞ്ചിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബ്രാഞ്ചിൻ്റെ യോഗങ്ങളിലുമൊക്കെ നിരന്തരമായി പോയി പങ്കെടുക്കാറുണ്ട് എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടത്. 75 വയസ്സ് പൂർത്തിയാക്കി എന്നുള്ള കാരണം പറഞ്ഞ് ഒരുപാട് നേതാക്കന്മാരെ പിണറായി വിജയൻ സ്വന്തം മരുമകന് വേണ്ടി വെട്ടിനിരത്തിയല്ലോ. തോമസ് ഐസക്ക് ഉൾപ്പെടെ AK ബാലൻ ഉൾപ്പെടെയുള്ളവരെ വെട്ടിനിരത്തിയതിൻ്റെ കൂട്ടത്തിൽ അന്ന് വെട്ടിനിരത്തപ്പെട്ട നേതാവാണ് ശ്രീമാൻ ജി സുധാകരൻ. എന്നാൽ വെട്ടിനിരത്തപ്പെട്ട മറ്റ് നേതാക്കന്മാരെല്ലാം ജീവച്ഛവങ്ങളായി മാറി നിന്ന് എന്തെങ്കിലും എല്ലും കഷ്ണങ്ങൾ കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജി സുധാകരൻ ആ നിലയിലല്ല, ശക്തമായിട്ടുള്ള എതിർപ്പ് ഉയർത്തിക്കൊണ്ട് പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ സുധാകരനെ മാറ്റി നിർത്തുന്നതിന് മുമ്പ് മുതൽ തന്നെ അദ്ദേഹം ആലപ്പുഴയിലെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള ഈ അപഭ്രംശങ്ങളെക്കുറിച്ച്, ജീർണതയെക്കുറിച്ചൊക്കെ കൃത്യമായി പറയുമായിരുന്നു. എനിക്കത് ഓർമ്മയുണ്ട്. 2021 തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ആലപ്പുഴ പാർട്ടിയിലെ പൊളിറ്റിക്കൽ ക്രിമിനലിസത്തെക്കുറിച്ച് അദ്ദേഹം ശക്തമായിട്ടുള്ള വാദമുഖങ്ങൾ ഉയർത്തി രംഗത്ത് നിൽക്കും. അപ്പോഴൊക്കെ ഞാനും അത്ഭുതപ്പെടുമായിരുന്നു എങ്ങനെ ഇയാൾക്കിത് കഴിയുന്നുവെന്ന്. കാരണം ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള പിണറായി വിജയൻ്റെ വിശ്വസ്ത വത്സല വിനീത വിധേയനായിരുന്നു സജി ചെറിയാൻ. അത് സജി ചെറിയാനെതിരായിട്ടാണ് ഈ പൊളിറ്റിക്കൽ ക്രിമിനലിസം എന്നൊക്കെ പറഞ്ഞിട്ട് ജി സുധാകരനെ വാദമുഖം ഉയർത്തിക്കൊണ്ടിരുന്നത്. അപ്പം തന്നെ ഏതാണ്ട് സുധാകരൻ്റെ കാലം കഴിയാറായി എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് തീർന്നു. പക്ഷേ ജി സുധാകരൻ ആലപ്പുഴ നേതൃത്വത്തിൻ്റെ ഈ ജീർണതകൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്തു പോന്നു. അദ്ദേഹത്തെ പാർട്ടിയുടെ ബ്രാഞ്ചിലേക്ക് താഴ്ത്തി, അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തു. എങ്കിലും അദ്ദേഹം കീഴ്ത്തട്ടിൽ അദ്ദേഹം സജീവമായിരുന്നു. പക്ഷേ സജീവമാകുന്ന സമയത്തും അദ്ദേഹം തൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു പോന്നിരുന്നു. അദ്ദേഹം ഇതിനു മുമ്പെടുത്ത നിലപാടുകൾ സംബന്ധിച്ച് പല വിമർശനങ്ങളൊക്കെ നമുക്ക് പറയാമായിരുന്നുവെങ്കിലും അദ്ദേഹം കഴിഞ്ഞ ഒരു 4-5 വർഷക്കാലമായി അദ്ദേഹം ശക്തമായിട്ടുള്ള നിലപാടുകൾ പല കാര്യങ്ങളിലും ഉയർത്തിക്കൊണ്ടിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഒരു അഴിമതി ആരോപണങ്ങൾക്കും വിധേയമാകാതെ ശക്തമായിട്ടുള്ള നിലയിൽ താൻ കൈകാര്യം ചെയ്ത വകുപ്പുകളെല്ലാം കൊണ്ടുപോയി എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. പൊതുമരാമത്ത് വകുപ്പ് ഏറ്റവും കൂടുതൽ അഴിമതിക്ക് സാധ്യതയുള്ളൊരു വകുപ്പാണ്. പക്ഷേ അവിടെയൊക്കെ തന്നെ അദ്ദേഹത്തെക്കുറിച്ചിട്ട് യാതൊരു അഴിമതി ആരോപണങ്ങളും നമ്മൾ കേട്ടിരുന്നില്ല. അപ്പോൾ ദേവസ്വത്തിൻ്റെ കാര്യത്തിൽ പോലും അദ്ദേഹം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒരു വിധത്തിലുള്ള അഴിമതി ആരോപണങ്ങൾക്കും ദേവസ്വം ബോർഡ് പാത്രീഭൂതമായിരുന്നില്ല എന്നുള്ളതും നമുക്കറിയാം. അദ്ദേഹം ശക്തമായിട്ടുള്ള എതിരഭിപ്രായങ്ങളുമായി അദ്ദേഹം സജീവമായി രംഗത്തുണ്ടായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് അത് മൂർച്ഛിച്ചു. ആലപ്പുഴ ജില്ലയിലെ CPM നേതൃത്വത്തിന് എതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് അദ്ദേഹം കൂടുതൽ ശക്തി പകർന്നപ്പോഴത്തേക്ക് CPM-ൻ്റെ അവിടുത്തെ ഔദ്യോഗിക നേതൃത്വം അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നു. അത് കൂടുതൽ രൂക്ഷമായി. അത് രൂക്ഷമാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള സൈബർ ആക്രമണം നടത്തി. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാരെ പോലും ഈ പറഞ്ഞ പോലെ അപകീർത്തിപ്പെടുന്ന നിലയിൽ അതിരൂക്ഷമായിട്ടുള്ള സൈബർ ആക്രമണം നടത്തി. അദ്ദേഹത്തെയും കുടുംബത്തെയും ഒക്കെ അതിരൂക്ഷമായി എടുത്തിട്ട് അലക്കി സാമൂഹ്യ മാധ്യമങ്ങളിൽ. അതല്ല, അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു. അതിനെതിരെ അദ്ദേഹം ശക്തമായി രംഗത്ത് വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നെ ഇതുപോലെ അപകീർത്തിപ്പെടുത്തുന്ന, പരിഹസിക്കുന്ന ഇതിനെതിരായിട്ടൊരു നടപടിയും ആലപ്പുഴ ജില്ലയിലെ പാർട്ടി നേതൃത്വത്തിൽ നിന്നുണ്ടാവുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ആലപ്പുഴയിലെ പാർട്ടി നേതൃത്വത്തിനെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടുകളുമായി അദ്ദേഹം രംഗത്ത് വന്നു. നമുക്കറിയാം ആലപ്പുഴ പാർട്ടിയുടെ ജീർണത. ആലപ്പുഴയിലാണ് പാർട്ടി ഉണ്ടായത് എന്നും നമുക്കറിയാം. വയലാർ പുന്നപ്ര സമര സേനാനികളുടെ നാടാണ് ആലപ്പുഴയെന്നും നമുക്കറിയാം. എത്രയോ നേതാക്കന്മാർ, VS മുതൽ ഇങ്ങോട്ടെടുത്താൽ എത്രയോ നേതാക്കന്മാർ, CPI-യിലുള്ള R സുഗതൻ, TV തോമസ്, എത്രയോ നേതാക്കന്മാരുടെ നാടാണ് ആലപ്പുഴ ജില്ല. പാർട്ടി ആദ്യം ഉണ്ടായത്, ഏറ്റവും കൂടുതൽ കയർ സമരങ്ങൾ, കേരളത്തിലെ ആദ്യത്തെ കയർ സമരം നടന്ന് വിജയിച്ച സ്ഥലമാണ് ആലപ്പുഴ. ഒരുപക്ഷെ കണ്ണൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സുസജ്ജമായിട്ടുള്ള പാർട്ടിയുള്ള ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ലയിലെ ഇപ്പോഴത്തെ പാർട്ടിയുടെ സ്ഥിതി എന്താ സുഹൃത്തുക്കളെ? കണ്ണിക്കണ്ട ലഹരി കച്ചവടക്കാർ മുതൽ എല്ലാ വൃത്തികെട്ടവന്മാർക്കും ഒരു അഭയ കേന്ദ്രമാണ് ഇന്ന് ആലപ്പുഴയിലെ പാർട്ടി എന്നാർക്കാണ് അറിയാൻ പാടുള്ളത്?
PS അച്യുതാനന്ദനൊക്കെ നയിച്ചിരുന്ന ആലപ്പുഴ പാർട്ടിയെ ഇന്ന് നയിക്കുന്നത് സജി ചെറിയാനും ആർ നാസറിനെ പോലെയുള്ള വെറും 4ാം കിട 5ാം കിട 6ാം കിട നേതാക്കന്മാരാണെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? അവരുമായിട്ടൊക്കെ തട്ടിച്ച് നോക്കുമ്പോൾ ജി സുധാകരൻ എത്രയോ ഉന്നതമായിട്ടുള്ള നിലവാരം പുലർത്തുന്ന ഒരു നേതാവാണ്. എന്തായാലും അവർക്കെതിരായി ശക്തമായിട്ടുള്ള നിലപാടുമായി സുധാകരൻ രംഗത്ത് വന്നപ്പോൾ നമ്മളെല്ലാം വിചാരിച്ചെന്താണ്, സുധാകരൻ തീർന്നു, സുധാകരൻ്റെ ആപ്പീസ് പൂട്ടി എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ എന്താ സംഭവിച്ചത്? സുധാകരൻ നെഞ്ചി വിരിച്ച് എഴുന്നേറ്റ് നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. സുധാകരൻ്റെ വീട്ടിലേക്ക് CPM-ൻ്റെ നേതൃത്വം പ്രതിനിധികളെ വിടുന്നത് നമ്മൾ കണ്ടു. CS സുജാതയുടെ നേതൃത്വത്തിൽ സുധാകരൻ്റെ വീട്ടിലേക്ക് നേതൃത്വം പോകുന്നു, ചർച്ച നടത്തുന്നു. സുധാകരനെ യോഗത്തിന് പങ്കെടുക്കണമെന്ന് പറഞ്ഞ് വിളിക്കുന്നതൊന്നും CPM-ൽ നമ്മളങ്ങനെ കണ്ടിട്ടുള്ളതല്ല. കാരണം CPM-ൻ്റെ നേതാക്കൾക്കെതിരെ വിമർശനവുമായി വരുന്നവരെ ചവിട്ടി അരയ്ക്കുന്ന സമീപനമാണ് നമ്മൾ CPM-ൽ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ സുധാകരൻ അഭിപ്രായം പറഞ്ഞ ആർക്കെതിരായിട്ടാണ്? ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും മന്ത്രിയുമായിട്ടുള്ള സജി ചെറിയാനെതിരെ നടപടിയെടുക്കണമെന്ന് വരെ ജി സുധാകരൻ പറഞ്ഞു. സ്വാഭാവികമായും ജി സുധാകരൻ തീർന്നു എന്നല്ലേ നമ്മൾ വിചാരിച്ചത്. പക്ഷെ തീർന്നില്ല. നേതൃത്വമാണ് വാലി ചുരുട്ടിയത്. നേതൃത്വം സുധാകരൻ്റെ വീട്ടിൽ വന്നു. സുധാകരനെ VS അച്യുതാനന്ദന് എന്തോ പുരസ്കാരം VS അച്യുതാനന്ദൻ പുരസ്കാരം കൊടുക്കുന്ന പരിപാടിയിലേക്ക് വിളിച്ചു. പക്ഷേ സുധാകരൻ പോയില്ല. സുധാകരൻ പറഞ്ഞു അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, അത് അവരെ നടത്തിക്കോളൂ എന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ച് സുധാകരൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് പഴയ CPM അല്ല, സുധാകരൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയ CPM-ആണ് ആലപ്പുഴയിലെ CPM എന്ന് നമ്മൾ മനസ്സിലാക്കുക. സുധാകരൻ്റെ മുമ്പിൽ മുട്ടുമടക്കാൻ കാരണം സുധാകരൻ അഴിമതിക്കും വൃത്തികേടുകൾക്കും ഈ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഒന്നും കൂടെ നിൽക്കുന്ന ഒരു നേതാവല്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് CPM-ന് അടിപണിയേണ്ടി വന്നത് ജി സുധാകരനോട്. അതുകൊണ്ട് എനിക്ക് ജി സുധാകരൻ എന്ന് പറയുന്ന CPM നേതാവിനോട് സൂചിപ്പിക്കാനുള്ളത്, ഇത്രയും ജീർണിച്ച, ഇത്രയും നാണം കെട്ട, ഇത്രയും നാശോന്മുഖമായിട്ടുള്ള ഈ CPM-ൽ സുധാകരനെ പോലുള്ളവർക്ക് സ്ഥാനമില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. CPM-ൻ്റെ ജീർണതകൾക്കെതിരെയാണ് സുധാകരൻ ഇച്ഛാശക്തിയോടുകൂടി പോരാടുന്നതെങ്കിൽ സുധാകരൻ ഈ പാർട്ടി വിട്ട് പുറത്തു വന്ന് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ ഈ തൻ്റെ ജീവിതത്തിലെ ശിഷ്ടഭാഗം ഉപയോഗിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. പിണറായി വിജയൻ്റെ പാർട്ടിയിൽ, MV ഗോവിന്ദൻ്റെ പാർട്ടിയിലൊന്നും സുധാകരനെ പോലുള്ളവർക്ക് ഇനി സ്ഥാനമുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഈ പാർട്ടി നാശോന്മുഖമായി കൊണ്ടിരിക്കുന്ന സമയത്ത് സുധാകരനെ പോലുള്ളവർ ഈ പാർട്ടിയിൽ നിന്ന് വന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കാൻ നേതൃത്വം കൊടുക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും CPM സുധാകരന് മുന്നിൽ മുട്ടുമടക്കി എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യജനകമായിട്ടുള്ള ഒരു ചിത്രമാണ് നമ്മുടെ മുന്നിൽ തരുന്നത്. അത് സുധാകരൻ നടത്തിയ വിട്ടുവീഴ്ചയില്ലാത്ത സമരത്തിൻ്റെ ഒരു വിജയമായിട്ട് നമ്മൾ കണക്കാക്കണം. അതുകൊണ്ട് ശ്രീമൻ ജി സുധാകരൻ എന്ന് പറയുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് സഖാവിന് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ കെട്ടിപ്പടുക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് എന്നും ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ ശേഷിച്ച ഭാഗം ഉപയോഗിക്കണം എന്നുമാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് ജി സുധാകരൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനോട് ഈ അവസരത്തിൽ പറയാനുള്ളത്.